എൻ്റെ പേര് അഞ്ജു സിയാർ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 2023 ജനുവരി 15 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയം BSc നഴ്സിംഗ് 4th ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. BSc നഴ്സിംഗ് 4th ഇയർ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ഫീസും കംപ്ലീറ്റ് ആക്കണമായിരുന്നു. എനിക്ക് ആ സമയം 3 ലക്ഷം രൂപയോളം ഫീസ് അടച്ച് തീർക്കാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ സാമ്പത്തികം വെച്ചിട്ട് 10,000 രൂപ പോലും ആ സമയം മറിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ കുറേ സാക്ഷ്യം കേട്ടു. സാക്ഷ്യത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നടക്കും എന്ന് കുറച്ച് സാക്ഷ്യം ഞാൻ കേട്ടു. അടുത്ത് അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തായാലും 3 ദിവസം ഡേറ്റ് വെച്ച് അമ്മ മാതാവിനോട് ചോദിക്ക്, നിനക്കത് കിട്ടും. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് 3 ദിവസം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഡേറ്റ് വെച്ചതിൽ 3-ാം ദിവസം, അതായത് ജനുവരി 30, 31, ഫെബ്രുവരി 1-ാം തീയതി. ഫെബ്രുവരി 1-ാം തീയതി പ്രിൻസിപ്പൽ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഓഫീസ് റൂമിലോട്ട് വിളിച്ചു. അപ്പോൾ എൻ്റെ ക്ലാസ് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതിനോടടുത്ത് ചെയ്യുന്നൊരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ ക്രോസ് ചെയ്തിട്ട് വേണം പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ നേരത്ത് ചാപ്പലിൽ നോക്കിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, 3 ദിവസം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരെ പോലെ, ഇന്ന് 3-ാമത്തെ ദിവസമാണ്. പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ കരയിപ്പിക്കല്ലേ, എനിക്ക് എങ്ങനെയും ഒരു വഴി കാണിച്ചു തരണം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. റൂമിൽ കയറാൻ നേരത്ത് പ്രിൻസിപ്പൽ ചിരിച്ചുകൊണ്ട് വിളിച്ചു, അഞ്ജു കയറി വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നേരെ ചാപ്പലിൽ പോയി ദൈവത്തിനോട് നന്ദി പറയേ, നിൻ്റെ 3 ലക്ഷം രൂപയോളം വരുന്ന ഫീസ് അടച്ചു. ദൈവം സഹായിച്ച ഒരു വ്യക്തി വഴി സ്പോൺസർ കിട്ടി. അങ്ങനെ 3 ലക്ഷം രൂപയോളം വരുന്നതിൻ്റെ ഫീസ് മുഴുവനോടെ അടച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് എക്സാം എഴുതാം, നീ എക്സാമിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുഴുവൻ ഫീസും അടച്ചു തന്നു മാതാവ്. എനിക്ക് കിട്ടിയ സ്പോൺസർ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, എൻ്റെ പപ്പ 10 വർഷത്തോളം ഗൾഫിലായിരുന്നു. അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീട്ടിലോട്ട് വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പപ്പ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ നമ്പരോ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. എൻ്റെ ഫ്രണ്ട് വഴി ഞാനൊരു FB പേജ് പരിചയപ്പെടുകയും അതിൽ ബഹ്റൻ മലയാളീസ് എന്ന് പറയുന്ന ഒരു പേജ് പരിചയപ്പെട്ട് അതിൽ റിക്വസ്റ്റ് ഇട്ട് അതിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇതുപോലെ എൻ്റെ പപ്പ ബഹ്റനിലാണ്, വിളിക്കാനോ ഒന്നിനും പറ്റുന്നില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, വീട്ടിൽ പപ്പ വേണം, പപ്പയെ കണ്ടിട്ട് കുറേ നാളായി, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ട് 3 ദിവസത്തിനുള്ളിൽ അവിടുത്തെ എംബസി എന്നെ വിളിക്കുകയും ഇതുപോലെ പപ്പയെ കണ്ടുപിടിച്ചു, നാട്ടിലോട്ട് വിടുക എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് എന്നെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം വിളിച്ചായിരുന്നു. ആ പോസ്റ്റിലുള്ള എന്നെ വിളിച്ച ഒരാളായിരുന്നു എൻ്റെ സ്പോൺസറും. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, അതായത് ഞാൻ 3 ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൽ ഫസ്റ്റ് ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വ്യക്തിൻ്റെ പേര് വന്നിട്ട് പറഞ്ഞു, നീ എന്തായാലും മെസ്സേജ് ഇട്. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു. എനിക്കിതുപോലെ എക്സാം ഫീസ് അടയ്ക്കണം, എൻ്റെ കയ്യിൽ 1 രൂപയില്ല, വീട്ടിൽ മറിക്കാൻ പറ്റത്തില്ല, പപ്പയില്ല, പപ്പ വരുന്നതേ ഉള്ളൂ, വന്നാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് വിളിക്കാൻ പറ്റാതെ കിടന്നത്. അപ്പോൾ 1 രൂപയില്ല, വീട്ടിൽ അമ്മയാണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിരുന്നു, അപ്പോഴത്തേക്ക് കാശില്ല. അപ്പം അങ്കിൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, മോള് പ്രാർത്ഥിക്ക്, പ്രിൻസിപ്പളിൻ്റെ നമ്പർ തന്നേക്ക്, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. 3-ാം നാളായപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞു, മോളുടെ ഫീസെല്ലാം അടച്ചു. അങ്ങനെ എൻ്റെ ഫീസ് അടച്ചു. അത് കഴിഞ്ഞിട്ട് 4th ഇയർ എക്സാം എഴുതണമെങ്കിൽ 3rd ഇയർ വരെ നമ്മളെല്ലാം എക്സാം പാസ്സായിരിക്കണം. എനിക്ക് 3rd ഇയറിലെ ഒരു സപ്ലൈ ഉണ്ടായിരുന്നു. അതിൽ പാസ്സായാൽ മാത്രമേ എനിക്ക് 4th ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം വന്നു. വെള്ളിയാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കണം. ബുധനാഴ്ച വരെ ചേച്ചിമാർക്ക് റിസൾട്ട് വന്നു, ചേച്ചിമാരുടെ സപ്ലി റിസൾട്ട് വന്നു. അതിലെല്ലാവരും പാസ്സായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ റിസൾട്ട് വരണം, ഞാനതിൽ പാസ്സാവണം. ഒരിക്കലും റിസൾട്ട് അടുപ്പിച്ച് വരത്തില്ല. ചേച്ചിമാർക്ക് വന്നു കഴിഞ്ഞാൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് വരത്തുള്ളൂ. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അതായത് ബുധൻ ചേച്ചിമാർക്ക് റിസൾട്ട് വന്നെങ്കിൽ വ്യാഴാഴ്ച എനിക്ക് റിസൾട്ട് വന്നു. 3rd ഇയർ സപ്ലി റിസൾട്ട് വന്നു. ആ ഒരു സബ്ജക്റ്റ് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അങ്ങനെ 4th ഇയർ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കൺഫേമായി. അങ്ങനെ എക്സാം എഴുതാൻ നമ്മൾ ഹോസ്റ്റലിൽ 3 പേര് ചെന്ന് കമ്പൈൻ സ്റ്റഡിയാണ് നടത്തുന്നത്. കമ്പൈൻ സ്റ്റഡിയിൽ
3 പേരും ചേർന്ന് ഉടമ്പടി പ്രെയർ ചെയ്യും. പിന്നെ ഞങ്ങളുടേതായ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞിട്ടായിരുന്നു പഠിക്കുന്നത്. അങ്ങനെ പഠിത്തം വളരെ കുറവായിരുന്നു. കാരണം 3 വർഷവും ഒരുപാട് പഠിച്ചു. രാത്രി ഉറക്കത്തില്ല, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും. പക്ഷെ എങ്ങനെ പോയാലും ഒരു സപ്ലി കിട്ടും. അതുകൊണ്ട് പഠനം കുറച്ചു, പ്രെയർ കൂട്ടി. എന്നാലും ബാക്കി പിള്ളേരൊക്കെ പറയും, നിങ്ങൾ 3 പേരും ഇവിടെ കടക്കത്തേ ഉള്ളൂ, എങ്ങനെയായാലും നിങ്ങൾക്കൊരു സപ്ലി വരും, നിങ്ങൾ പോവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവിനെ ഏൽപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പഠിക്കുന്ന പുസ്തകത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂണിലാണ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു. ജൂൺ 16-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ജൂൺ 16 എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സമ്മാനമായിട്ട് എന്നെ അതിന് മുന്നേ റിസൾട്ട് വരണം, 4th ഇയർ ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞു. അമ്മയും മാതാവ് എനിക്ക് ജൂൺ 13 എൻ്റെ 4th ഇയർ BSc നഴ്സിംഗ് റിസൾട്ട് വന്നു. ഞാൻ ഫുൾ പാസ്സായി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച 3 പേരും ഫുൾ പാസ്സായി. ഇതായിരുന്നു എൻ്റെ 3ാമത്തെ സാക്ഷ്യം. അടുത്തത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്വന്തമായിട്ടൊരു ഭവനം, അതാണ് അടുത്തതിൻ്റെ ഒരു സ്വപ്നമായിരുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ടായിരുന്നു. അതിൽ ഇടി വീഴുന്നു. ഇടി വീഴുന്നതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ വീടിന് വേണ്ടി അപേക്ഷിച്ചു. എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും പഞ്ചായത്തിന് വേണ്ടി കുറേ ഓടി, കിട്ടിയില്ല. പഞ്ചായത്തിൽ റാങ്കിൽ വരും, ലിസ്റ്റിൽ വരും, 3-4 ലിസ്റ്റിൽ പേര് കിടക്കും. പക്ഷെ ഞങ്ങളതാവുമ്പോഴത്തേക്ക് അത് വീണ്ടും ലിസ്റ്റ് മാറും, റീലിസ്റ്റ് ആവും, ഞങ്ങൾക്ക് കിട്ടത്തില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 3ാമത് വീട് കടന്നു. അതെന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ ഇരുന്നപ്പോൾ അതേ പേരിലുള്ള വേറൊരാൾക്ക് ആ വീട് പോയേ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. അപ്പം അമ്മ പറഞ്ഞു, മനുഷ്യനെ പ്രതീക്ഷ വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഫസ്റ്റ് നിയോഗം വീട് വെച്ചു. വീട് പൂർണ്ണമായി പണിതീർണമെന്ന് വെച്ചു. അങ്ങനെ അമ്മ നേർച്ച ഇവിടെ നിന്ന് തരുന്ന ഉപ്പ് വീടിന് ചുറ്റുമിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയിലെ പച്ച തിരി കത്തിച്ചുള്ള പ്രാർത്ഥന വീടിന് പുറത്താക്കി. വീടിന് 4 ചുറ്റും ഓരോ ദിവസവും ഓരോ മൂല എന്ന രീതിയിൽ പച്ച തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു. മാർച്ച് ഫസ്റ്റിന് അമ്മയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടു. മാതാവ് അമ്മയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല, നിങ്ങൾക്ക് എന്തായാലും ഒരു വീട് ഞാൻ തരും. അങ്ങനെ സ്വപ്നം കണ്ട് 3-ാം നാൾ ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ച ലോൺ പാസ്സായി. 5 ലക്ഷം ലോണ് കിട്ടി. പിന്നെ ഞങ്ങളുടെ ഗോൾഡൊക്കെ വെച്ച് മാക്സിമം എമൗണ്ട് നമുക്ക് കാശ് കിട്ടി. ആരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കാശിന് ചോദിക്കുന്നോ എല്ലാവരും മറുത്തൊരു നോ എന്നില്ലാതെ എല്ലാവരും തന്ന് സഹായിച്ചു. അതുമാത്രമല്ല, ഈ വീട് പൂശുന്ന സമയത്ത് സിമൻറ്റ് കുറവൊന്നു എടുക്കാൻ കാശില്ല കയ്യിൽ. അപ്പോൾ കടയിൽ അമ്മ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപവും കൊണ്ട് കടയിലൊന്ന് ഉള്ള കാശ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ മാതാവ് നമുക്ക് മുന്നേ പോയി അതെല്ലാം ചെയ്ത് വച്ച നിലയിൽ ആ കടക്കാരൻ പറഞ്ഞു, ഉള്ളത് തന്നാൽ മതി, പിന്നെ നിങ്ങൾ കിട്ടുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞ് നമുക്ക് സിമൻറ്റ് തന്നു. അങ്ങനെ വീട് പണി പൂർത്തിയായി. വീട് പണിയുന്ന നേരത്ത് അമ്മയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു മുകളിൽ ഒരു റൂം എടുക്കണമെന്നുള്ളത്. അപ്പോൾ ബന്ധുക്കളെ എല്ലാവരും കളിയാക്കി, എന്നും ഫുഡ് കഴിക്കാൻ നിലയില്ലാത്ത നിങ്ങൾ എന്തിനാ മുകളിലൊക്കെ റൂം എടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി. അതൊന്നും നടക്കാൻ പോണില്ല, ഇങ്ങനെയൊക്കെ കടക്കത്തേ ഉള്ളൂ, കടം പിടിച്ചു പോവും, അങ്ങനെയൊക്കെ ഒരുപാട് കളിയാക്കി. ആ സമയങ്ങളിൽ ഒരുപാട് കരഞ്ഞു. മാതാവിൻ്റെ മുമ്പിൽ മാത്രമേ ഒന്ന് കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മുകളിൽ ഒരു റൂം എന്ന സ്വപ്നം മാറ്റി 2 റൂം തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ വീട് പണി പൂർത്തിയായി, വീട് പാലുകാച്ചൽ നടത്തി. ഉടമ്പടി എടുത്തതിന് ശേഷം ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു. അതുപോലെ ചെറിയ കാശ് രൂപം ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കും. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറയും. എൻ്റെ അമ്മയാണെങ്കിൽ പത്രം വാങ്ങിയിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കും. ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പിലും പള്ളിയിലും എല്ലാവർക്കും പത്രം കൊടുക്കും. അതുപോലെ വെഞ്ചരിച്ച ഉപ്പും തേനും വാങ്ങിയിട്ട് ആരൊക്കെ എന്തെങ്കിലും സങ്കടം പറഞ്ഞാലും ഉടനെ പറയും, അമ്മ ഈ ഉപ്പ് കൊടുത്തിട്ട് പറയും, ഇത് വച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അമ്മ അവരുടെ അടുത്ത് നിന്ന് പറയും. കേട്ടാലും കേട്ടില്ലെങ്കിലും അമ്മ വിളിച്ചു നിർത്തി എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു. അമ്മയും മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹത്തിനും നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ കുർബാനയ്ക്ക് പോകും. പ്രെയർ 5:30 എണീറ്റും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ എണീപ്പിച്ച് 5:30 പ്രെയർ, ഈവനിങ് പ്രെയർ. പഠിക്കുന്നതിന് മുന്നേ എന്തായാലും ഞങ്ങൾ 3 നേരം പ്രെയർ ചെയ്യും. കുമ്പസാരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പോയി കുമ്പസാരിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ബൈബിള് വായിക്കും. ഇന്ന ബൈബിൾ അധ്യായമൊന്നുമില്ല, ഒരറ്റത്തിൽ നിന്ന് അങ്ങ് വായിച്ചു പോവും.
ധ്യാനത്തിലെല്ലാം കൂടാറുണ്ട്, പള്ളിയിലുള്ളത്. ഇവിടുത്തതും യൂട്യൂബിലുള്ള ധ്യാനം ഞാൻ കൂടാറുണ്ട്.